ഹായ് ഓൾ നമസ്കാരം. എല്ലാവർക്കും സ്പാർക്ലിംഗ് ലൂണയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ് ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്കറിയാം ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ എക്സ് വാല്യൂസ് ഉണ്ടാകും, ഫ്രീക്വൻസിയും ഉണ്ടാകും. സോ എക്സ് വാല്യൂസ് ഇവിടെ 10, 20, 30, 40, 50, 60, 70, 80, ഫ്രീക്വൻസി 2, 18, 30, 45, 35, 26 ആൻഡ് 4. സോ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അതായത് മോഡ് കാണാൻ നേരത്തെ ഫ്രീക്വൻസി തരികയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ടേബിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ടേബിൾ. എന്താണ്? ഗ്രൂപ്പിംഗ് ടേബിൾ ആണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. വളരെയധികം ശ്രദ്ധിച്ചാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഗ്രൂപ്പിംഗ് ടേബിളിന് നമുക്ക് ഒരു 6 കോളം വേണം. സോ 1 ഈ തന്നിട്ടുള്ള ഫ്രീക്വൻസി ഫസ്റ്റ് കോളമായിട്ട് നെയിം ചെയ്യാം. സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഫിഫ്ത്ത് കോളം ആൻഡ് സിക്സ്ത് കോളം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഈ വാല്യൂസിന് നമ്മൾ ജസ്റ്റ് നെയിം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7 ആൻഡ് 8 ഇങ്ങനെ നമ്പർ ഇടുക. 1, 2, 3 അങ്ങനെ നമ്പർ ഇടുക. എപ്പോഴും ഗ്രൂപ്പിംഗ് ടേബിളിൽ നമുക്ക് ഇങ്ങനെ ഒരു 6 കോളം കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഗിവൺ ഫ്രീക്വൻസി ആണ്. ഇനി സെക്കൻഡ് കോളം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാം. സോ 2 പ്ലസ് 18, 2 പ്ലസ് 18 എത്രയാണ്? 20. ആ 20 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. സോ ഞാൻ ഇവിടെ എഴുതി. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2ന്റെ നേരെ കിടക്കുന്ന നമ്പർ 1, 18ന്റെ നേരെ കിടക്കുന്ന നമ്പർ 2 ആണ്. അപ്പൊ 20യുടെ താഴെ ഞാൻ 1 പ്ലസ് 2 എന്ന് കൊടുക്കും. ഇനി അതിനുശേഷം 30 പ്ലസ് 45 രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യാം. 30 പ്ലസ് 45 ചെയ്യുമ്പോൾ 75. 75 എനിക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. ഞാനിപ്പോ ഇവിടെ എഴുതുന്നു. 30യുടെ നേരെയുള്ള നമ്പർ 3, 45ന്റെ നേരെയുള്ള നമ്പർ 4. സോ 75 എന്ന് എഴുതിയിട്ട് 3 പ്ലസ് 4 എന്ന് എഴുതും. ഇനി അതിനുശേഷം 35 പ്ലസ് 20 ചെയ്യുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 55. സോ 55 ഞാൻ ഇവിടെ എഴുതുന്നു. എന്നിട്ട് 5 പ്ലസ് 6 എന്നാണ് എഴുതുന്നത്. ഓക്കെ. Then 6 plus 4 that is 10. That is എന്നിട്ട് എന്തെഴുതണം? 7 പ്ലസ് 8 എന്ന് എഴുതാം. ഓക്കെ. അപ്പം സെക്കൻഡ് കോളം കിട്ടാൻ രണ്ടെണ്ണം വെച്ചാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി തേർഡ് കോളം കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ, എപ്പോഴും നമ്മൾ ഫസ്റ്റ് കോളം നോക്കുക, ആദ്യത്തെ വാല്യൂവിനെ ലീവ് ചെയ്യുക. എന്നിട്ട് രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിനെ ലീവ് ചെയ്യുക, കളയുക. 18 പ്ലസ് 30 ചെയ്യാം. 18 പ്ലസ് 30 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 48 വരും. ആ 48 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോ ഇവിടെ എഴുതി 48 എന്ന് എഴുതി. ആ 18ന്റെ നേരെ കിടക്കുന്ന നമ്പർ 2 ആണ്. 30യുടെ നേരെ കിടക്കുന്ന നമ്പർ 3 ആണ്. അപ്പൊ ഇവിടെ ഞാൻ എഴുതുന്നു 2 പ്ലസ് 3 എന്ന് എഴുതുന്നു. അതിനുശേഷം അടുത്ത രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യാം. 45 പ്ലസ് 35 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 80 ആണ്. ആ 80 എനിക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഞാനിപ്പം ഇവിടെ 80 എന്ന് എഴുതുന്നു. അപ്പൊ അതിന്റെ നേരെ 45ന്റെ നേരെ കാണുന്ന നമ്പർ 4ഉം 35ന്റെ നേരെ കാണുന്ന നമ്പർ 5ഉം ആണ്. സോ ഇവിടെ എഴുതേണ്ട നമ്പർ 4 പ്ലസ് 5. ഇനി അടുത്ത രണ്ടെണ്ണം ആഡ് ചെയ്യാം. 20 പ്ലസ് 6 26. അപ്പൊ ഞാൻ ഇവിടെ 26 എന്ന് എഴുതി. 20യുടെ നേരെ നമ്മളിട്ട നമ്പർ 6, 6ന്റെ നേരെ ഇട്ട നമ്പർ 7 ആണ്. സോ 6 പ്ലസ് 7 എന്ന് എഴുതുക. ഇനി ഒരു 4 ബാക്കിയുണ്ട്. നമുക്ക് രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യാനില്ലാത്തത് കാരണം ആ 4നെ അങ്ങ് ലീവ് ചെയ്ത് കളയാം. അപ്പൊ നമ്മളുടെ തേർഡ് കോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോർത്ത് കോളം ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഈ ഫോർത്ത് കോളം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3 വെച്ച് ആഡ് ചെയ്യാം. ഫസ്റ്റ് കോളം എടുക്കുക, 3 വെച്ച് ആഡ് ചെയ്യുക. 2 പ്ലസ് 18 20. 20 പ്ലസ് 30 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 50 ആണ്.
ആ 50 എനിക്ക് ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. ഞാനിപ്പം 50 ഇവിടെ എഴുതുന്നു. എന്നിട്ട് ഇതിന്റെ നേരെ കാണുന്ന നമ്പർ 2ന്റെ നേരെ 1, 18ന്റെ നേരെ 2, 30ന്റെ നേരെ 3 ആണ്. ഇവിടെ ഞാൻ 1 പ്ലസ് 2 പ്ലസ് 3 എന്നെഴുതുന്നു. ഇനി അതിനുശേഷം അടുത്ത 3 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 45 പ്ലസ് 35 പ്ലസ് 20. അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 100 ആണ്. സോ ഞാൻ 100 ഇവിടെ എഴുതുന്നു. അപ്പൊ അതിന്റെ നേരെയുള്ള നമ്പർ എഴുതുമ്പോൾ 4 പ്ലസ് 5 പ്ലസ് 6. ഓക്കെ. ഇനി അടുത്തത് 6ഉം 4 ആണ്. നമുക്ക് 3 ആഡ് ചെയ്യാനില്ല. അപ്പൊ ആ 2 വാല്യൂസും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. അപ്പൊ 4th കോളം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് 5th കോളം ആണ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ഫസ്റ്റ് കോളത്തിൽ പോയിട്ട് ആദ്യത്തെ ഫ്രീക്വൻസിയെ ലീവ് ചെയ്യാം. എന്നിട്ട് 3 വെച്ച് ആഡ് ചെയ്യാം. അതായത് 18 പ്ലസ് 30 പ്ലസ് 45. അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 93 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ നേരെയുള്ള നമ്പർ എഴുതണം. 2 പ്ലസ് 3 പ്ലസ് 4. 2 പ്ലസ് 3 പ്ലസ് 4 എഴുതാം. ഇനി അടുത്ത 3 35 പ്ലസ് 20 പ്ലസ് 6. അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 61 ആണ്. സോ അതിന്റെ നേരെയുള്ള നമ്പർ എഴുതുമ്പോൾ 5 പ്ലസ് 6 പ്ലസ് 7. 5 പ്ലസ് 6 പ്ലസ് 7. ഇനി ഈ 4 ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ആ 4നെ നമ്മൾ ലീവ് ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ 5th കോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 6th കോളം ആണ് വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് കോളം നോക്കുക. അതിലെ 2 വാല്യൂസ് ലീവ് ചെയ്യുക. എന്നിട്ട് 3 വെച്ച് ആഡ് ചെയ്യുക. സോ 30 പ്ലസ് 45 പ്ലസ് 35 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 110 എന്നാണ്. സോ ആ 110 ഞാൻ ഇവിടെ എഴുതുന്നു. ആ 110 എന്ന് പറയുമ്പോൾ കിട്ടിയത് 30യുടെ നേരെ കിടക്കുന്ന നമ്പർ 3, 45ന്റെ നേരെ 4, 35ന്റെ നേരെ 5 ആണ്. ഇവിടെ വരുന്നത് 3 പ്ലസ് 4 പ്ലസ് 5 ആണ്. ഇനി അടുത്ത 3 ആഡ് ചെയ്യുക. അതായത് 20 പ്ലസ് 6 പ്ലസ് 4. അത് ചെയ്യുമ്പോൾ എനിക്ക് 30 എന്നാണ് വരുന്നത്. സോ നമ്മൾ 6 പ്ലസ് 7 പ്ലസ് 8 എന്ന് എഴുതുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫ്രീക്വൻസി തന്നിരുന്നാൽ മോഡ് കാണാൻ നേരത്ത് നമ്മൾ ഗ്രൂപ്പിംഗ് ടേബിൾ ആദ്യം ഫോം ചെയ്യണം. ഗ്രൂപ്പിംഗ് ടേബിളിന് ആദ്യത്തെ ഫ്രീക്വൻസി ഉൾപ്പെടെ 6 കോളം വേണം. അതിലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഗിവൺ ഫ്രീക്വൻസി ആണ്. സെക്കൻഡ് കോളം കിട്ടാനായിട്ട് 2 വെച്ച് ആഡ് ചെയ്യുക. തേർഡ് കോളം കിട്ടാനായിട്ട് ആദ്യത്തെ ആളെ ലീവ് ചെയ്യുക. 2 വെച്ച് ആഡ് ചെയ്യുക. ഫോർത്ത് കോളം കിട്ടാനായിട്ട് 3 വെച്ച് ആഡ് ചെയ്യുക. 5th കോളം കിട്ടാനായിട്ട് ആദ്യത്തെ ആളെ ലീവ് ചെയ്യുക. 3 വെച്ച് ആഡ് ചെയ്യുക. 6th കോളം കിട്ടാനായിട്ട് ആദ്യത്തെ 2 ഫ്രീക്വൻസി ലീവ് ചെയ്യുക. 3 വെച്ച് ആഡ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഈ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അനാലിസിസ് ടേബിൾ വേണം. എന്ത് ടേബിൾ ആണ്? അനാലിസിസ് ടേബിൾ. അനാലിസിസ് ടേബിൾ ആണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. ഓക്കെ. അപ്പോ ഈ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു 6 കോളം വേണം. 1, 2, 3, 4, 5, 6, ദെൻ ടോട്ടൽ. ഒരു എക്സ്ട്രാ ഒരു കോളം കൂടി വേണം. അത് എന്ന് പറയുന്നത് ടോട്ടൽ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് 1, 2, 3 അങ്ങനെ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക അല്ലെ. 4, 5, 6, 7 and 8 ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഈ ഫസ്റ്റ് കോളം നോക്കുക. ഈ ഫസ്റ്റ് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് നോക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 45 ആണ് ഏറ്റവും വലിയ വാല്യൂ. ആ 45ന്റെ നേരെ കിടക്കുന്ന നമ്പർ എത്രയാണ്? 4 ആണ് അല്ലെ. 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് അനാലിസിസ് ടേബിളില് ഈ ഫസ്റ്റ് കോളത്തില് ഈ 4 എന്ന് പറഞ്ഞതിന്റെ നേരെ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഫസ്റ്റ് കോളം എടുത്തു,
അതിലെ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കി അത് 45 ആണ്. ആ 45ന്റെ നേരെ നമ്മളിട്ട നമ്പർ ഏതാണ്? 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അനാലിസിസ് ടേബിളിലെ ഫസ്റ്റ് കോളത്തിലെ 4ന്റെ നേരെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് കോളം ആണ് നോക്കുന്നത്. ഇതില് സെക്കൻഡ് കോളത്തിലെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് നോക്കുക. ഇവിടെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 75 ആണ് അല്ലെ? അപ്പൊ 75ന്റെ നമ്മളെ ബ്രാക്കറ്റ് എന്താണ്? 3ഉം 4ഉം ആണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് കോളത്തില് ഈ 3യുടെ നേരെയും 4ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ തേർഡ് കോളം നോക്കുന്നു. തേർഡ് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 80. 80യുടെ നേരെ കാണുന്ന നമ്പർ ഏതാണ്? 4ഉം 5ഉം. സോ തേർഡ് കോളം എടുക്കുന്നു. എന്നിട്ട് ഈ 4ന്റെ നേരെയും 5ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യാം. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർത്ത് കോളം ആണ് നോക്കാൻ പോകുന്നത്. ഈ ഫോർത്ത് കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 100. ആ 100ന്റെ നേരെ എടുക്കുന്ന നമ്പർ ഏതാണ്? 4, 5, 6. അപ്പൊ ഫോർത്ത് കോളത്തില് നമ്മള് 4ന്റെ നേരെ ഇൻറ്റു മാർക്ക് ചെയ്യാം. 4ന്റെ നേരെ ഇൻറ്റു മാർക്ക് ചെയ്തു, 5ന്റെ നേരെ ഇൻറ്റു മാർക്ക് ചെയ്തു, 6ന്റെ നേരെ ഇൻറ്റു മാർക്ക് ചെയ്തു. ഇനി അതിനുശേഷം ഫിഫ്ത്ത് കോളം നോക്കുന്നു. അതില് ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 93 ആണ്. സോ അതിന്റെ നേരെ കാണുന്ന നമ്പർ 2 + 3 + 4 ആണ്. സോ ഫിഫ്ത്ത് കോളം എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ 2ന്റെ നേരെയും 3ന്റെ നേരെയും 4ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് സിക്സ്ത് കോളം. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 110 ആണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന നമ്പർ ഈ 3, 4, 5 ആണ് കാണുന്നത്. സോ സിക്സ്ത് കോളത്തില് 3ന്റെ നേരെയും സിക്സ്ത് കോളത്തില് 3ന്റെ നേരെയും 4ന്റെ നേരെയും 5ന്റെ നേരെയും ഇൻറ്റു മാർക്ക് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ടോട്ടൽ. ഈ സെക്കൻഡ് റോയില് എത്ര ഇൻറ്റു മാർക്ക് ഉണ്ട്? ഇവിടെ 1. തേർഡ് കോളത്തിൽ എത്ര ഇൻറ്റു മാർക്ക് ഉണ്ട്? 3. ഇവിടെയോ 1, 2, 3, 4, 5, 6. അപ്പൊ 6 എന്ന് എഴുതാം. ഇവിടെയോ 1, 2, 3. ഇവിടെയോ 1. അപ്പോ ഇവിടെ ടോട്ടൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 6 ആണ് അല്ലെ? അപ്പൊ ആ 6ന്റെ നേരെ കിടക്കുന്ന എക്സ് വാല്യൂ ഏതാണ്? 40. സോ ഈ കേസില് മോഡ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 40. സോ ഇങ്ങനെയാണ് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയും കൂടെ തന്നാൽ മോഡ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് കേസിൽ മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ താങ്ക് യു.